കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉപ്പുമുളകും ഫാമിലിയിലെ നന്ദനയും ഭർത്താവ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടെങ്കിൽ കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറേയധികം എന്താ പറയുക സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിട്ടാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റി എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതിന് ശേഷം അവസാനം കിട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഉപ്പുമുളകും ഫാമിലിയിൽ നന്ദനയുടെ അച്ഛനും അമ്മയും ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞങ്ങളും ഇതേ കണക്ക് കുറേയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് തന്നെ. അങ്ങനെ കുറേയധികം ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് എല്ലാവരെയും വളർത്തി വലുതാക്കി. ഇപ്പം നന്ദനയ്ക്ക് ഈ ഒരു ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞതും കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ ബുദ്ധിമുട്ട് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കുറേയധികം പേര് ആൾക്കാർ റിയാക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഇപ്പം നന്ദന ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പുതുതായിട്ട് ഇട്ടേക്കുവാണ്. ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ അന്ന് പറഞ്ഞത് പൈസയുടെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ എനിക്ക് കഴിക്കാനോ അങ്ങനെ വീട്ടിൽ നിന്നും ആരും തരാതെ അങ്ങനെയൊന്നുമില്ല, എനിക്കതിലൊന്നും കുഴപ്പമില്ല, നല്ല രീതിയിലാണ് താമസിക്കുന്നത്. ഇവിടെ എൻ്റെ ഭർത്താവ് എന്നെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും കിട്ടാനുള്ള പൈസ കിട്ടിയെന്ന് മാത്രമേ പറഞ്ഞോളൂ. അതിന് കുറേയധികം ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ഫോൺ അതിൽ നിന്ന് അതായത് ഞാൻ അധ്വാനിച്ച കാശ് കൊണ്ട് തന്നെ എനിക്ക് കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. ആ സമയത്താണ് കുറേയധികം എന്ത് ചെയ്യുന്നത്, ഈ ഒരു അക്കൗണ്ടൊക്കെ ഡീറ്റെയിൽസ് മാറിപ്പോയി അങ്ങനത്തുള്ള കാര്യങ്ങൾ വന്നത്. അല്ലാതെ എൻ്റെ ഭർത്താവ് എന്നെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത്, അല്ലാതെ എനിക്ക് പൈസയൊന്നും തരാതെ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാതെ അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾക്ക് ഒരു പൈസയ്ക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഈ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞപ്പോൾ ആൾക്കാരെ തെറ്റിദ്ധാരണ രീതിയിലാണ് എടുത്തത്, അല്ലാതെ പൈസയ്ക്ക് ഒരു കുഴപ്പമോ ഒന്നും തന്നെ എനിക്ക് വന്നിട്ടില്ല. അതിൽ നിന്ന് കിട്ടുന്ന പൈസ വന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു സമയത്ത് വീഡിയോ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അത് പക്ഷേ ഇങ്ങനെ ആൾക്കാർ വ്യാഖ്യാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ നല്ല രീതിയിലാണ് നോക്കുന്നത്, എനിക്ക് പൈസയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം പേര് അച്ഛനും അമ്മയെന്ന് ആ പേര് പറഞ്ഞിട്ട് ഇവിടെ കുറേയധികം പേര് ഇതിങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനമ്മയും അതിനുശേഷം വിളിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് Q&A പോലെ ടെസ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ നടത്തിയ സമയത്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള ഒരു മറുപടിയാണ് അത് അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളുമായിട്ട് ഒരു ഇഷ്യൂ വന്നപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്, പക്ഷേ അല്ലാതെ സംസാരിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നന്ദന പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എനിക്ക് പൈസയ്ക്ക് ഒരു കുഴപ്പമോ ഒന്നും തന്നെ ഇല്ല, അങ്ങനെ ആരും ചിന്തിക്കേണ്ട. ഞാൻ ആ സമയത്ത് പറഞ്ഞപ്പോൾ ആൾക്കാരത് എടുത്ത രീതി മാറിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു കൺവേ ആയ രീതി മാറിപ്പോയെന്നുള്ളത്. അല്ലാതെ എനിക്ക് പൈസയ്ക്ക് ഒന്നും ഒരു കുഴപ്പമില്ല, എൻ്റെ ഭർത്താവ് നല്ല രീതിയിലാണ് നോക്കുന്നതെന്ന് നന്ദന ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.